നമസ്കാരം. വർഷങ്ങളോളം അതീവ രഹസ്യമായി നിർമ്മിച്ച ഇറാൻ്റെ ഭൂഗർഭ മിസൈൽ താവളങ്ങൾ അഥവാ മിസൈൽ സിറ്റികൾ ഇപ്പോൾ ഇറാന് തന്നെ ബാധ്യതയായി മാറുന്ന കാഴ്ചയാണ് ഇറാനിൽ നിന്ന് കാണാനാവുന്നത്. തങ്ങളുടെ മിസൈൽ ശേഖരത്തെ സംരക്ഷിക്കുവാൻ ഇറാൻ ഒരുക്കിയ ബങ്കറുകൾ ഇപ്പോൾ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും എളുപ്പത്തിലുള്ള ലക്ഷ്യങ്ങളായി മാറി. അത്യാധുനിക ഉപഗ്രഹ ചിത്രങ്ങളുടെയും നിരീക്ഷണ സംവിധാനങ്ങളുടെയും സഹായത്തോടെ ഈ ഭൂഗർഭ കേന്ദ്രങ്ങളുടെ പ്രവേശന കവാടങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ അമേരിക്കയും ഇസ്രയേലും മിസൈലുകൾ പുറത്തെടുത്ത് പ്രയോഗിക്കുവാൻ ശ്രമിക്കുന്ന നിമിഷം തന്നെ അവയെ തകർക്കുന്ന തന്ത്രമാണ് പയറ്റുന്നത്. ഇതോടെ ഇറാൻ്റെ പ്രത്യാക്രമണ ശേഷി വലിയ തോതിൽ മന്ദഗതിയിലായതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പർവ്വതങ്ങൾ തുരന്നും ഭൂമിക്കടിയിൽ ആഴത്തിൽ കുഴിച്ചും നിർമ്മിച്ച ഈ മിസൈൽ നഗരങ്ങൾ ഇറാൻ്റെ അഭിമാനമായാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. 2025 മാർച്ചിൽ ഇത്തരമൊരു ഭീമാകാരമായ ഭൂഗർഭ കേന്ദ്രത്തിൻ്റെ ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടിരുന്നു. ജനലുകളില്ലാത്ത നീളൻ ഇടനാഴികളിലൂടെ മിസൈലുകളും വഹിച്ചുകൊണ്ടുള്ള ട്രക്കുകൾ നീങ്ങുന്ന ദൃശ്യങ്ങൾ അന്ന് ലോകത്തെ ഞെട്ടിച്ചിരുന്നു. ഷിറാസ്, ഇസ്ഫഹാൻ, തബ്രിസ്, കെമർഷ തുടങ്ങിയ നഗരങ്ങൾക്ക് സമീപം ഇത്തരം നിരവധി കേന്ദ്രങ്ങൾ ഇറാൻ നിർമ്മിച്ചിട്ടുണ്ട്. പർവ്വതനിരകൾക്ക് ഇടയിലുള്ള ഈ താവളങ്ങളിൽ നിന്ന് മിസൈലുകൾ പുറത്തെടുക്കാതെ തന്നെ വിക്ഷേപിക്കാനുള്ള സൈലോകൾ ഉണ്ടെങ്കിലും അവയുടെ സാങ്കേതിക പരിമിതികൾ ഇപ്പോൾ ഇറാന് തിരിച്ചടിയാവുകയാണ്. വിക്ഷേപണത്തിന് ശേഷം ഇത്തരം സൈലോകൾ വീണ്ടും ഉപയോഗിക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ കാരണം പലപ്പോഴും മിസൈലുകൾ പുറത്തെത്തിച്ച് വിക്ഷേപിക്കേണ്ടി വരുന്നു. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും ഈ മിസൈൽ നഗരങ്ങൾക്ക് മുകളിൽ നിരന്തരം നിരീക്ഷണം നടത്തുകയാണ്. ബങ്കറുകളിൽ നിന്ന് വിക്ഷേപണ വാഹനങ്ങൾ പുറത്തേക്ക് വരുന്ന നിമിഷം തന്നെ അവയെ ലക്ഷ്യം വെച്ച് ബോംബുകൾ വർഷിക്കുന്നു. പലയിടങ്ങളിലും കനത്ത ബോംബിങ്ങിലൂടെ ഭൂഗർഭ കേന്ദ്രങ്ങളുടെ പ്രവേശന കവാടങ്ങൾ തന്നെ തകർക്കപ്പെട്ടതോടെ മിസൈലുകൾ പുറത്തെടുക്കാൻ കഴിയാതെ ഇറാൻ സൈന്യം കുടുങ്ങിപ്പോയിരിക്കുകയാണ്. ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം തകർക്കപ്പെട്ട മിസൈലുകളുടെയും ലോഞ്ചറുകളുടെയും അവശിഷ്ടങ്ങൾ ഈ കേന്ദ്രങ്ങളുടെ കവാടങ്ങൾക്ക് മുന്നിൽ ചിതറിക്കിടക്കുന്നത് കാണാം. ഭൂഗർഭ താവളങ്ങൾ പൂർണ്ണമായും തകർക്കുവാൻ ആവശ്യമായ ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ പരിമിതി മറികടക്കുവാൻ താവളങ്ങളുടെ റോഡുകളും കവാടങ്ങളും തകർത്ത് മിസൈലുകളെ അകത്ത് വെച്ച് തന്നെ തടയുക എന്ന ബുദ്ധിപരമായ നീക്കമാണ് അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം ആരംഭിച്ച ശനിയാഴ്ചയ്ക്ക് ശേഷം ഇറാനിൽ നിന്നുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിക്ഷേപണ കേന്ദ്രങ്ങൾക്ക് ഏറ്റ പ്രഹരമാണ് ഇതിന് പ്രധാന കാരണമായി ഇസ്രയേൽ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിനായി ഇറാൻ തങ്ങളുടെ മിസൈൽ ശേഖരം കരുതി വയ്ക്കുന്നതാണോ എന്നും സംശയമുണ്ട്. യുദ്ധത്തിന് മുൻപ് ഇറാൻ്റെ കൈവശം 2500 മുതൽ 6000 വരെ മിസൈലുകൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവിധ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ ഭൂഗർഭ താവളങ്ങളിൽ നിന്ന് എത്രത്തോളം മിസൈലുകൾ പുറത്തെത്തിക്കാൻ ഇറാന് സാധിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ സംഘർഷത്തിൻ്റെ ഭാവി. മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഇറാൻ കൈവരിച്ച നേട്ടങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ശത്രുവിൻ്റെ കനത്ത നിരീക്ഷണ വലയത്തിൽ നിസ്സഹായമാകുന്ന അവസ്ഥയാണ്. വെബ് ഡെസ്ക് തത്തുമൈ TV.